ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി 2026-ൽ ചാൾസ് രാജാവും വെയിൽസ് രാജകുമാരനും യുഎസിലേക്ക് വെവ്വേറെ യാത്രകൾ നടത്തുമെന്ന് റിപ്പോർട്ട്. രാജാവിന്റെ യുഎസ് സന്ദർശനം സംബന്ധിച്ച വിപുലമായ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. രാജാവിന്റെ യുഎസ് സന്ദർശനം ഏപ്രിൽ നടക്കുവാനാണ് സാധ്യതയുണ്ടെന്നാണ് വിവരം. വർഷാവസാനം വില്യം അമേരിക്കയിലേക്ക് പ്രത്യേക സന്ദർശനം നടത്തുമെന്നാണ് പ്രതീക്ഷ. 2007-ൽ ജോർജ് ഡബ്ല്യു ബുഷിന്റെ ക്ഷണം എലിസബത്ത് രാജ്ഞി സ്വീകരിച്ചതിനു ശേഷം ഒരു ബ്രിട്ടീഷ് രാജാവ് നടത്തുന്ന ആദ്യ സന്ദർശനമായിരിക്കും അത്. ഈ മാസം ആദ്യം വ്യാപാര തർക്കങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് സാങ്കേതികവിദ്യയിൽ വാഗ്ദാനം ചെയ്ത multi-billion പൗണ്ട് നിക്ഷേപം യുഎസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ട്രംപിന്റെ യുകെ സന്ദർശനത്തിനോടനുബന്ധിച്ച് 31 ബില്യൺ പൌണ്ടിന്റെ കരാറിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റിൽ നിന്ന് 22 ബില്യൺ പൌണ്ടും ഗൂഗിളിൽ നിന്ന് 5 ബില്യൺ പൌണ്ടും ഉൾപ്പെടെ യുകെയിൽ കോടിക്കണക്കിന് ചെലവഴിക്കുമെന്ന് യുഎസ് ടെക് കമ്പനികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മറ്റ് മേഖലകളിലെ വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിൽ യുകെയിൽ നിന്ന് പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി യുഎസ് കരാർ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്.